ബംഗളൂരുവിൽ സർവീസ് അപ്പാർട്ട്മെന്റിൽ യുവതിയെ അതിക്രൂരമായി കൊലപ്പെടുത്തി അസം സ്വദേശി മായ ഗൊഗോയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ മലയാളിയായ യുവാവിനായി തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി ബംഗളൂരുവിൽ നിന്ന്. അരുൺ, എങ്ങനെ ഈ കൊലപാതകം നടത്തിയെന്നാണ് പോലീസ് പറയുന്നത്? ഇപ്പോൾ മലയാളിയായ യുവാവിനായാണ് തിരച്ചിൽ നടത്തുന്നത്. ഇവരുമായി ഇയാൾക്കുള്ള ബന്ധം എന്താണ് എന്നൊക്കെ പോലീസ് പറയുന്നുണ്ടോ? പ്രവിത, ബംഗളൂരു ഇന്ദിരാനഗറിലെ റോയൽ ലിവിങ്സ് എന്ന അപ്പാർട്ട്മെന്റിലാണ് യുവതിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. അസം സ്വദേശിയായിട്ടുള്ള മായ ഗൊഗോയ് എന്ന യുവതിയാണ് ഇവിടെ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന യുവതി ക്രൂരമായി കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതിലിപ്പോൾ ഈ കൊലപാതകത്തിന് പിന്നിൽ ഒരു മലയാളിയാണ് എന്ന സംശയമാണ് പോലീസിനുള്ളത്. അതിനടിസ്ഥാനമായ ചില തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഒരു കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ആരവ് എന്ന യുവാവിന് വേണ്ടിയാണ് പോലീസ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. ഈ ആരവ് ഈ കൊല്ലപ്പെട്ട യുവതിയുമായി പ്രണയത്തിലായിരുന്നു, അവർ തമ്മിൽ അത്തരത്തിൽ ബന്ധമുണ്ടായിരുന്നു എന്ന കാര്യം പോലീസ് പറയുന്നുണ്ട്. ഇവർ 23-ാം തീയതി ഈ അപ്പാർട്ട്മെന്റിൽ മുറിയെടുത്തതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിട്ടുമുണ്ട്. ഇന്നലെയാണ് ഈ ആരവ് അവിടുന്ന് ആ അപ്പാർട്ട്മെന്റിൽ നിന്ന് രക്ഷപ്പെട്ട് കടന്നു കളഞ്ഞത് എന്നതാണ് പോലീസ് നിലവിലെപ്പോൾ എന്തായാലും കണ്ടെത്തിയിട്ടുള്ളത്. ഇന്ന് രാവിലെയാണ് ജീവനക്കാർ ഈ തരത്തിൽ യുവതിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി, അതോടൊപ്പം തന്നെ ആ കഴുത്തിൽ ആഴത്തിലുള്ള കത്തി ഉപയോഗിച്ച് കുത്തിയ മുറിവും ഉണ്ട്. എന്താണ് ഈ കൊലപാതകത്തിന് കാരണം, അതിന് പശ്ചാത്തലം എന്താണ്, അല്ലെങ്കിൽ കാരണം എന്താണെന്ന് സംബന്ധിച്ച വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടില്ല. എന്തായാലും കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ഒരു ആരവ് എന്ന യുവാവിന് വേണ്ടിയാണ്, ആ യുവതിയുടെ സുഹൃത്തായിട്ടുള്ള യുവാവിന് വേണ്ടിയാണ് നിലവിൽ ഇപ്പോൾ കർണാടക പോലീസ് ഇപ്പോൾ ഊർജിതമായ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലേക്ക് ഉൾപ്പെടെ യുവാവ് കടന്നിട്ടുണ്ടാകാമെന്ന സംശയം പോലീസിനുണ്ട്. ആ രീതിയിലുള്ള അന്വേഷണവും നിലവിൽ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്നും.